ഹലോ, ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ നോ മാറ്റേഴ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ വർഗീസ് ജോർജ്. യൂട്യൂബ് എന്ന ആഗോള ജനകീയ സംരംഭത്തിൻ്റെ മുഖച്ഛായ മാറിക്കൊണ്ടിരിക്കുന്നു. യൂട്യൂബിലേക്ക് കൂടുതൽ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി അത് കൂടുതൽ ജനകീയമാക്കാൻ തന്നെയാണ് സ്വന്തം നിലയിൽ വീഡിയോ എഡിറ്റർ പബ്ലിഷ് ചെയ്തു കഴിഞ്ഞല്ലോ. ഇത്രയും സൗകര്യത്തിലും വേഗത്തിലും മേന്മയിലും വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ആപ്പ് ഇന്ന് ലഭ്യമല്ല. ഇന്ന് നിലവിലുള്ള എല്ലാ വീഡിയോ എഡിറ്റർ ആപ്പുകളെയും പിന്തള്ളിക്കൊണ്ട് യൂട്യൂബിന്റെ ക്രിയേറ്റ് മൊബൈൽ എഡിറ്ററിന്റെ വരവ് ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനി ഏവർക്കും വീഡിയോ എഡിറ്റർ ആകാം, ഏവരെയും വീഡിയോ എഡിറ്റർ ആക്കിക്കൊണ്ടിരിക്കും. കാരണം വീഡിയോ എഡിറ്റിങ്ങിലൂടെ ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ ശൃംഖല ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂർ കൊണ്ട് ഈ എഡിറ്റിങ്ങിനെ പറ്റി എങ്ങനെയെന്ന് നിങ്ങൾക്ക് ഞാൻ വിശദീകരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ ഒരു വലിയ ആത്മവിശ്വാസം തളിരിടും. അത് പിന്നെ നിങ്ങളെ ഒരു വീഡിയോ എഡിറ്ററാക്കി മാറ്റിയിരിക്കും. വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർ, പുതിയ യൂട്യൂബേഴ്സ്, വ്ളോഗേഴ്സ്, കണ്ടന്റ് റൈറ്റേഴ്സ്, ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്കും വീഡിയോ എഡിറ്ററായി മാറാം. വരൂ. ആദ്യമേ നിങ്ങളുടെ മൊബൈൽ ഓണാക്കി പ്ലേ സ്റ്റോറിൽ ചെന്ന് പ്ലേ സ്റ്റോറിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത ശേഷം സെർച്ചിൽ പോയി യൂട്യൂബ് ക്രിയേറ്റ് ആപ്പ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂട്യൂബ് ക്രിയേറ്റ് എഡിറ്റിംഗ് ആപ്പ്. ടാപ്പ് ചെയ്യുക അവിടെ. അപ്പോൾ യൂട്യൂബിൻ്റെ പുതിയ അത്ഭുതമായ പുതിയ ആപ്പ് ഡൗൺലോഡ് ആകുന്നു. നിങ്ങളതിൽ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ അത് ഇൻസ്റ്റാൾ ആകും. നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ആക്കിയ ശേഷം ഇനി നമ്മൾക്ക് അത് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ പുതിയ ആളാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അക്കൗണ്ട് സൈനപ്പ് ചെയ്യേണ്ടി വരും. ഓൾറെഡി നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്യുക. സൈനപ്പ് ചെയ്യുന്നത് സിമ്പിൾ തിങ്സ്. നിങ്ങളുടെ അഡ്രസ്സും മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ട് അത് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് പ്ലസ് എന്നൊരു സിഗ്നൽ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. ഇവിടെയാണ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നും കൂടി കാണിക്കുകയാണ്. ഏതാണ് യൂട്യൂബ് ക്രിയേറ്റിൻ്റെ ആപ്പ്. പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡിൽ മാത്രം പ്രസന്റ് കണ്ടീഷനിൽ. ടച്ച് ചെയ്തു. പുതിയ പ്രോജക്റ്റ് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ പുതിയ പ്രോജക്റ്റ് ഇമ്പോർട്ട് ചെയ്തതിന് പുതിയ നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൽ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ ഗാലറിയാണ് ഓപ്പൺ ആകുന്നത്. അവിടെ നിന്നാണ് ഏത് വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ആദ്യം തന്നെ എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ വീഡിയോകളും അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കണം ഗാലറിയിൽ നിന്ന്. ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇമ്പോർട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ക്രിയേറ്റ് എഡിറ്റിംഗ് ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ റൺ ചെയ്യുകയാണ്. വീഡിയോയുടെ ടൈം തന്നിരിക്കുന്നു 4 minutes 26 seconds. You can see അത് കട്ട് ചെയ്യാനുള്ള, റെഡ്യൂസ് ചെയ്യാനുള്ള സിസേഴ്സ് ഐക്കോൺ. നിങ്ങളുടെ വീഡിയോ ഇവിടെ റെഡ്യൂസ് ചെയ്യും. അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഐക്കോൺ. പിന്നെ ഫിൽറ്റേഴ്സ്, അത് ഞാൻ കാണിക്കാം. എഫക്റ്റുകൾ, പല ഓപ്ഷൻസ്, പല ആക്ടറി ഓപ്ഷൻസ്, ട്രാൻസിഷൻ എന്താണെന്ന്, സ്പീഡ്, വീഡിയോയുടെ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും, ഓഡിയോ ക്ലീനപ്പ്, വീഡിയോ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നു, റീപ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റും. ഇനിയും
പിന്നെ അതുകൂടാതെ തന്നെ പിന്നെയും ഇതിൻ്റെ വീഡിയോ എഡിറ്റിങ്ങിനുള്ള ആക്സസറീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. അതിനു മുമ്പ് എഫക്റ്റിനെ പറ്റി കാണിക്കുക. എന്താണ് എഫക്റ്റ്? നിങ്ങളുടെ വീഡിയോയിൽ പലതരത്തിലുള്ള എഫക്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് വ്യൂവേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസാണ്. പലതരം ഒരു ഒപ്പം ചെയ്തുകൊണ്ട് മറ്റൊന്ന് കാണിക്കാം. വീഡിയോയിൽ മറ്റൊരു എഫക്റ്റ് കാണിക്കാം. കണ്ടോ? ഇതുപോലുള്ള പല അനേക തരത്തിലുള്ള എഫക്റ്റുകൾ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോ നിങ്ങളത് സെലക്ട് ചെയ്ത ശേഷം ഏതാണെന്ന് ഫിക്സ് ചെയ്ത ശേഷം ടാപ്പ് ചെയ്ത് ഡൺ ചെയ്യുക. ഡണ്ണിൽ ടാപ്പ് ചെയ്യുമ്പോഴാണത് വീഡിയോയിൽ ഫിക്സ് ആകുന്നത്. സ്പിൻ എനിക്ക് എഫക്റ്റ് വീഡിയോയിൽ കിട്ടും. when വീഡിയോ സ്റ്റാർട്ട് ആക്കുമ്പോൾ. Thank you for watching Nomate's appearance. Trial verticals. Thank you for watching. ഈ എഫക്റ്റ് വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ എഫക്റ്റ്. Thank you for watching. ഏത് എഫക്റ്റ് വേണം അത് നിങ്ങൾ സെലക്ട്. നിങ്ങൾക്ക് എഫക്റ്റ് ഒന്നും വേണ്ട എങ്കിൽ നണ്ണിൽ ടാപ്പ് ചെയ്യുക. മറ്റൊരു എഫക്റ്റിലേക്ക് ഒന്നും ഞാൻ സെലക്ട് ചെയ്യുന്നില്ല. നണ്ണിൽ അടുത്ത് അതേപടി തന്നെ വീഡിയോ എഡിറ്റിംഗ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. എഫക്റ്റ് കഴിഞ്ഞ് ഇനി അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലാ വീഡിയോയുടെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡ്രാഗ് ചെയ്ത് പോകാൻ പറ്റും. റൈറ്റേഴ്സോട് വയ്ക്കണം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടാം ഈ സ്ഥിതിയിൽ. അങ്ങനെ ഓരോ കോൺട്രാസ്റ്റ് റിലേറ്റഡ് ഫോട്ടോഗ്രാഫിയിലുള്ള എല്ലാ ആക്സസറീസും ടെക്നിക്കൽ ആക്സസറീസ് ഇവിടെയും അവൈലബിൾ ആണ്. ഷാഡോസ് സെയിം വേയിൽ മുന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും നീക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നു. ഇനിയും പോകുന്നത് ട്രാൻസിഷനാണ്. എന്താണ് ട്രാൻസിഷൻ? നിങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് സ്റ്റൈലിൽ നിങ്ങൾക്ക് പല സ്റ്റൈലിൽ തന്നിട്ടുണ്ട് വീഡിയോ ഓപ്പണിംഗ്. നോക്കുക. സിമ്പിൾ തിങ്സ്. വാച്ച് അതർ വൺ. അത് നോക്കുക. വീഡിയോ ഓപ്പൺ ചെയ്യുന്നുണ്ടോ? വീഡിയോ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇതും നല്ലൊരു അട്രാക്റ്റീവ് ടെക്നിക്കൽ ആക്സസറീസ് ആണ്. സർക്കിൾ വേസിൽ ഓപ്പൺ. ഇങ്ങനെ പലതരത്തിലുള്ള ട്രാൻസിഷൻസ് എഫക്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ അഡാപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് വ്യൂവേഴ്സിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാനും ഇംപ്രസ് ചെയ്യിക്കാനും സാധിക്കും. ഇത് നമ്മുടെ വീഡിയോയിൽ ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്തുകൊണ്ട് പോവുക. ടണൽ അപ്പിയറൻസ്. ഇനി താഴെ നിങ്ങൾക്ക് കാണാമല്ലോ. ഈ അപ്പിയറൻസ് വളരെ വേഗത്തിലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്പീഡ് കുറയ്ക്കുക. താഴെ 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 0.2 സെക്കൻഡ്. സ്ലോയിൽ വരികയാണെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് കാണാൻ പറ്റും. ചിലർക്ക് ഇതൊന്ന് മനസ്സിലാകുന്നില്ല എങ്കിൽ അത് സ്ലോയിലേക്ക് ആക്കുക.
ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഡ്രാഗ് ചെയ്താൽ സ്ലോ വെച്ചാൽ ഓരോ ഡിസൈനും വരുന്ന വളരെ സ്ലോയി വരും. ഫാസ്റ്റ് വേണമെങ്കിൽ ഫാസ്റ്റിലാക്കാം. അപ്പം മീഡിയം ഫിക്സ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അതേപടി നമ്മൾ നോക്കാം. ഇവിടെ വരുന്ന സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും അപ്പം സ്ലോയിലാക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ശരിക്കും അത് കാണാൻ പറ്റും. ഫ്ലെയിം ഇതുപോലെ സ്റ്റാർട്ടിങ് ടൈമും ഫിനിഷിംഗ് ടൈമിൽ ഇതേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഏത് വേണമെന്നുള്ളത് സെലക്ട് ചെയ്താൽ മതിയാവും. സ്പീഡാണ്. നിങ്ങളുടെ വീഡിയോയുടെ സ്പീഡ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ മുമ്പ് പല 2-3 ഓപ്ഷൻ കൂടെ കാണിക്കാം. ഇതിന്റെ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കാം. ടണലിന്റെ വേണ്ടി ഞാൻ ഇനീഷ്യൽ സ്റ്റേജിലും ടണൽ കൊടുക്കാല്ലേ. പല പാളികളായിട്ട് ക്ലോസ് ആവുന്നു. വീഡിയോ ക്ലോസ് ആവും അവസാനം. അതായത് നിങ്ങളുടെ പല വീഡിയോ ഉണ്ടെങ്കിൽ ഓരോ വീഡിയോയുടെ എൻഡിങ്ങിൽ സ്റ്റാർട്ടിങ്ങിൽ ഓരോ ടൈപ്പിൽ ഓരോ എഫക്റ്റുകൾ ഇതുപോലെ ഡിസൈൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് ഫിക്സലിൻ്റെ ആണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നിടത്തോളം ഓക്കെ. ഏകദേശം ഇതിൻ്റെ ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അഥവാ ഏതെങ്കിലും മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾക്ക് കമൻസ് ഇടാം. അത് ഇതിൻ്റെ സ്പീഡാണ്. സ്പീഡ് കൂട്ടും. ഈ വീഡിയോയുടെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. സിമ്പിൾ ഡ്രാഗിങ്, ഒരു ജെന്യുവൻ ടച്ച് ഡ്രാഗ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കാം. ഓക്കെ. നിങ്ങൾ ഏത് സ്പീഡ് വെച്ച ശേഷം ഡണ്ണിൽ ടാപ്പ് ചെയ്യണം. അതിനുശേഷം വോളിയമാണ്. വോളിയം ഓൾസോ നിങ്ങൾക്ക് ഇതുപോലെ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്തേ സിസ്റ്റത്തിൽ തന്നെ. അതിനുശേഷം ഡൺ. നമ്മൾ മറ്റേതിലൊക്കെ സേവ് ചെയ്യുന്നതിൻ്റെ പോലെ ഇവിടെ ഡണ്ണാണ്. ഇതാണ് അടുത്തതാണ് വെരി ഇംപ്രസീവ് സിസ്റ്റമാണ് ഓഡിയോ ക്ലീനർ. നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അൺവാണ്ടഡ് നോയ്സ്, പട്ടി വരയ്ക്കുന്നതും മറ്റ് സൗണ്ട് വരുന്നതും കാറുന്നതും
ഇതുപോലുള്ള സൗണ്ടുകളെല്ലാം റിമൂവ് ചെയ്ത് കളയും. ഇപ്പോൾ റിമൂവ് ചെയ്യുകയാണ്. ഓഡിയോ ക്ലീനപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വീഡിയോയിലുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടിലുണ്ടായ അൺവാണ്ടഡ് നോയ്സുകൾ മുഴുവൻ റിമൂവ് ചെയ്ത് മറ്റ് പല വീഡിയോകളിൽ ഇത് ഈ ഒരു ഓപ്ഷൻ കാണാറില്ല. ചില വീഡിയോകൾ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ മെസ്സേജും കിട്ടും ക്ലീൻ ചെയ്തതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വേണം. നോയ്സ് ഇപ്പം കിട്ടുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. അത് കാരണം നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റാതെ വരും. നിങ്ങളത് ക്ലീനപ്പ് ചെയ്ത ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കൂ. അപ്പോൾ അതറിയാൻ മനസ്സിലാക്കാൻ പറ്റുമോ. നിങ്ങൾക്ക് വീഡിയോ ഏത് പൊസിഷനിൽ വേണമെങ്കിലും വയ്ക്കാനുള്ള സിമ്പിൾ തിങ്സ്. വെർട്ടിക്കൽ വയ്ക്കണം, പിന്നെ റീപ്ലേസ് ചെയ്യാൻ നോക്കുക വീഡിയോകൾ. ആ വീഡിയോ റീപ്ലേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റീപ്ലേസ് ടാപ്പ് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ ഗാലറിയിൽ വരും. അവിടുന്ന് വേറെ ഏതാ വീഡിയോ വേണ്ട അത് ടാപ്പ് ചെയ്താൽ ഇവിടെ അതിന് പകരം ഇവിടെ വീഡിയോ ലോഡ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഡ്യൂപ്ലിക്കേറ്റ്. ഈ വീഡിയോയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ ടൈം ശ്രദ്ധിച്ച് മുകളിൽ 4.26 ഞാനത് ഡ്യൂപ്ലിക്കേറ്റിൽ പ്രസ് ചെയ്തപ്പം ടൈം കൊണ്ടോ ടൈം 8.5 8 സെക്കൻഡായി. അതായത് ആദ്യത്തെ സെയിം ഡ്യൂപ്ലിക്കേറ്റ് വീണ്ടും വരും. ഇത് പലപ്പോഴും ആവശ്യമാണ് എഡിറ്റിംഗ് സമയത്ത്. പിന്നെ അത് ബാക്കിലേക്ക് അടിക്കാം, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. അത് സെലക്ട് ചെയ്യണം. ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ ഹൊറിസോണ്ടൽ വൈറ്റ് ലൈൻ അവിടെ കൊണ്ട് വയ്ക്കും. എന്നിട്ട് അതിൽ ടച്ച് ചെയ്യുമ്പോഴാണ് അത് ഡിലീറ്റ് ആവും. വോളിയം ഒന്നുകൂടെ പറയാണ്. ഓഡിയോ ക്ലീനപ്പ് അൺവാണ്ടഡ് വോയിസ് റിമൂവ് ചെയ്യലെന്നാണ് റിമൂവല്. ഇത് വീഡിയോയുടെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ള സംവിധാനം. ഇനി അടുത്ത ലൈനിലൊരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷനിലേക്ക് ഈ സൈഡിൽ കാണുന്ന ആരെങ്കിലും ടച്ച് ചെയ്യുമ്പോൾ അടുത്ത ഓപ്ഷൻസ് ഇവിടെ ടെക്സ്റ്റ്, സ്റ്റിക്കേഴ്സ്, സൗണ്ട്. ഇപ്പോൾ സ്റ്റിക്കേഴ്സിനൊക്കെ എന്ത് വേണേലും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് പേര് കൊടുക്കണം, അല്ലെങ്കിൽ വല്ല സ്ലോഗൻസ് ടൈപ്പ് ചെയ്യണം. ഇതിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് അത് പിന്നെ എഡിറ്റ് ചെയ്യാം. അതിന് കളർ കൊടുക്കാം, അത് പല സ്റ്റൈലിലാക്കാം. കട്ടിങ് ദ ട്രീ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതോ ഇൻബിൽറ്റ് സ്റ്റൈൽ വേണം. ഇതിൽ ഒത്തിരിയധികം അനേകം ടൈപ്പ് ഇതിൽ ഇൻബിൽറ്റ് ഉണ്ട്. നിങ്ങൾക്കത് അവിടെ ആ പേജ് തുറന്ന് ടച്ച് ചെയ്യുമ്പോൾ പേജ് തുറന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്യുമ്പോൾ അതും വീഡിയോ ലോഡാകും. ഇങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ
നമ്മൾ ടൈപ്പ് ചെയ്തെടുത്ത ലെറ്റേഴ്സിനെ പിന്നെ നമ്മൾ പലതരത്തിൽ പല സൈസ് വലുതാക്കാം. ഇത് സിമ്പിളായിട്ട് ഡ്രാഗ് ചെയ്തുകൊണ്ട് എവിടെയും കൊണ്ട് വയ്ക്കാം. ഒരു ജെന്റിൽ ടച്ച് കൊടുത്ത് നിങ്ങൾക്ക് വേണ്ട പൊസിഷനിൽ കൊണ്ട് വയ്ക്കാൻ പറ്റും. ഇത് ഇനി നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കൂട്ടുമ്പോൾ കുറയ്ക്കുകയോ ചെയ്യാം. സൈസ് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ താഴെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. പോയിന്റ് നിങ്ങൾക്ക് ഏത് സൈസ് വേണേലും ആക്കിയെടുക്കാം. ഇനി അടുത്ത ഫോണ്ട്സ് സൈസാണ്. പലതരത്തിലുള്ള ഫോണ്ടുണ്ട്. നിങ്ങൾ അത് സെലക്ട് ചെയ്യാം. ആ ഫോണ്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അതിന് കളർ കൊടുക്കണേ ഓപ്ഷൻ ഉണ്ട്. അതിന് ഏത് വേണം കളർ കൊടുക്കാം. ഇനി അതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ കൂടുതൽ ബ്രൈറ്റ് ഔട്ട് ലുക്കിംഗ് മാറ്റം കിട്ടാൻ വേണ്ടി ബ്ലാക്ക് കൊടുത്തു. ഏത് വേണേലും ഇതുപോലെ കൊടുക്കാൻ പറ്റും. പിന്നെ ഫോർമാറ്റ് ആണ്. അപ്പോൾ അത് ഇറ്റാലിയൻ സ്റ്റൈലില് ബോൾഡ് ഇങ്ങനെയുള്ള സംവിധാനം. അണ്ടർലൈൻ ചെയ്യാൻ പറ്റുമത്. പിന്നെ ഈ ലെറ്ററിനെ നമുക്ക് ഷാഡോ കൊടുക്കാം, ഷാഡോ ഡിസൈൻ കൊടുക്കാം. ലെറ്റർ എഡ്ജ് ഔട്ട്ലൈൻ കളർ ഇടാം. ഇങ്ങനെ ചെയ്യുന്ന നമുക്ക് 3D എഫക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 3D എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് ആനിമേഷൻ എഫക്റ്റ് പണ്ട് നമ്മളെ വീഡിയോയിൽ സ്റ്റാർട്ടിങ് പറഞ്ഞിരുന്നല്ലോ. അതുപോലെ തന്നെ ഈ ലെറ്റേഴ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത ലെറ്ററിനും ഇതെങ്ങനെ വരണം എങ്ങനെ പോകണം എന്നുള്ള ഡിസൈൻ അട്രാക്റ്റീവ് പല സെയിം തിങ്സ് സെയിം വേയിൽ എങ്ങനെയൊക്കെയാണത് ആദ്യം അപ്പിയറൻസ് ചെയ്യുന്ന നോക്കി. അപ്പിയറൻസ് പല സ്റ്റൈലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സെയിം അനിമേഷൻ എഫക്റ്റ്. അത് കൂടുതൽ കാണണമെങ്കിൽ സ്ലോയിൽ താഴെ കാണിച്ചിരിക്കുന്ന ലൈനിൽ ഡ്രാഗ് ചെയ്ത് ബട്ടൺ മൈനസിലേക്ക് ഇടുക. -1 കുറവിലേക്ക് ഇടുകയാണെങ്കിൽ സ്ലോയിൽ വരുന്ന കാണാം. അപ്പോൾ അത് കാണാൻ പറ്റും. ഇനി അത് വേണമെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഫിനിഷ് സർട്ടൺ ടൈം കഴിഞ്ഞ് നിങ്ങൾക്കിത് മാറ്റണം. ലാസ്റ്റ് മാറ്റുമ്പോൾ അതിന് ഇതുപോലെ ഫിനിഷിംഗ് സ്റ്റേജിലും ഇതുപോലെ ഓരോ എഫക്റ്റുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, കൊടുക്കാനുണ്ട്. അതിനെ പല സിസ്റ്റമുണ്ട്. ഇതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് ഏത് ടാജന്റ് സ്റ്റൈലിൽ വെക്കുന്ന അതും ചെയ്യാം.
അതിനും സിമ്പിൾ തിങ്സ് ആണ്. അത് ഇത് ചെയ്ത ശേഷം ഡൺ ടച്ച് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാം. അത് ടച്ച് ചെയ്ത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാം. ഡിലീറ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഡിലീറ്റ് ടച്ച് ചെയ്താൽ ഡിലീറ്റ് ആയി മാറ്റിക്കോളും. അത് ഇതുപോലെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. റീപ്ലേസ് ചെയ്യാം. വേണമെങ്കിൽ അത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ അവിടുത്തെ റീപ്ലേസ് ടച്ച് ചെയ്താൽ റീപ്ലേസ് ചെയ്യും. ഇനി അടുത്ത് സ്റ്റിക്കേഴ്സാണ്. ഇതുപോലെ പലതരത്തിലുള്ള 6 സ്റ്റിക്കേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങളുടെ വീഡിയോയിൽ ഫിക്സ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് അതിൻ്റെ ട്രാക്കാണ് കളറിൽ കാണുന്നത് താഴെ. അത് ഇതുപോലെ നിങ്ങൾക്ക് ഏത് പൊസിഷൻ വയ്ക്കണമെങ്കിൽ സിമ്പിളായിട്ട് ഡ്രാഗ് ചെയ്താൽ മതി ടച്ച് ചെയ്തുകൊണ്ട്. അതിന് ഇതുപോലെ അനിമേഷൻ എഫക്റ്റ് സ്റ്റാർട്ടിങ്ങിലും ഫിനിഷിലും കൊടുക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. സ്റ്റിക്കേഴ്സിന് അത് ചെയ്യാൻ പറ്റുമത്. അത് റീപ്ലേസ് ചെയ്യാം. സ്റ്റിക്കർ വേണമെങ്കിൽ അത് വേണമെങ്കിൽ മറ്റൊന്നാക്കാം. അങ്ങനെ എത്ര വേണമെങ്കിലും റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത് മ്യൂസിക്കാണ്. ഇത് വെരി ഇൻട്രസ്റ്റിംഗ് മാറ്ററാണ്. നിങ്ങൾ മ്യൂസിക്കിൽ സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണമെങ്കിൽ സൗണ്ടിൽ ടാപ്പ് ചെയ്യുക. ശേഷം നിങ്ങൾ സെലക്ട് ചെയ്യുക ഏത് വേണം. പോപ്പ് മ്യൂസിക് വേണോ, ലാറ്റിൻ വേണോ, സിനിമാറ്റിക് വേണോ. പോപ്പ് മ്യൂസിക് ടച്ച് ചെയ്ത് പോകുന്നതിൽ കുറേ മ്യൂസിക്കിൻ്റെ ലിസ്റ്റ് വരും. അത് പോപ്പിലെത്തിയപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് സെലക്ട് ചെയ്യണമെങ്കിൽ ഓരോ മ്യൂസിക്കും ടാപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ മ്യൂസിക് കിട്ടും. നിങ്ങളിപ്പം കേൾക്കാൻ പറ്റില്ലത്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഫൈനൽ മ്യൂസിക് കൊടുത്തിരിക്കുന്നതാണ് കേൾക്കാൻ പറ്റില്ല. ഇതിങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് ടാപ്പ് ചെയ്ത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതാണ് സ്യൂട്ടബിൾ എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി ചെയ്ത ശേഷം നിങ്ങൾ ഓരോന്ന് ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഏതാണ് വേണ്ടെന്നുള്ളത് അതിൻ്റെ മുമ്പിലെ ആരോയിൽ ടാപ്പ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ വീഡിയോയിലോട്ട് ചെന്ന് ചേരും. പിന്നെ ഈ മ്യൂസിക് ട്രാക്കാണത്. നമ്മളിപ്പോൾ ലോഡ് ചെയ്ത മ്യൂസിക് ട്രാക്കാണ് ഗ്രീൻ. അത് നിങ്ങൾക്ക് ഏത് പൊസിഷനിൽ കൊണ്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവയ്ക്കാൻ പറ്റും. അതിൽ ഒന്ന് ടച്ച് ചെയ്ത് വരുമ്പോൾ ഒരു ഔട്ട്ലൈൻ വരും. അതിൻ്റെ എഡ്ജിൽ കൊടുത്ത് അങ്ങോട്ടും ഏത് പൊസിഷനിൽ ഏത് ടൈമിൽ എവിടെ വയ്ക്കണം അത് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് മൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഫിംഗർ കൊണ്ട് ഒരു ജെന്റിൽ ടച്ച് കൊടുത്താൽ മതി ഫിംഗർ കൊണ്ട്. വെരി ഈസി. ഇനി നിങ്ങൾക്ക് മ്യൂസിക് റെഡ്യൂസ് ചെയ്യണം. അത്ര എനിക്ക് മ്യൂസിക് വേണ്ട എങ്കിൽ അവിടെ ഇതുപോലെ തന്നെ ടച്ച് ചെയ്ത് എഡ്ജിൽ ആരോ വരും. ആരോയുടെ അവിടെ ആരോ അല്ല ഒരു മാർക്ക് വരുന്നു, ബ്ലാക്ക് കളർ മാർക്ക് വരുന്നിടത്ത് ടച്ച് ചെയ്ത് അതിനെ പിന്നിലേക്ക് വിടും. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് പൊസിഷൻ വേണമെങ്കിലും വെക്കാം. ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു മ്യൂസിക് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മ്യൂസിക്കിന്റെ പൊസിഷൻ വെച്ച ശേഷം അടുത്ത മ്യൂസിക് വല്ല ഇടണമെങ്കിൽ ആ ലൈൻ, ഈ ഹൊറിസോണ്ടൽ ലൈൻ, വൈറ്റ് ലൈൻ എവിടെ വെക്കുന്നു അവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു മ്യൂസിക് ഞാൻ വേറെ മ്യൂസിക് സെലക്ട് ചെയ്യുകയാണ്.
സൗണ്ടിൽ ടച്ച് ചെയ്ത് മ്യൂസിക് ലിസ്റ്റ് വരും, പലതരത്തിലുള്ള മ്യൂസിക്. ആദ്യം ഈ പ്രാവശ്യം നോക്കൂ, ലാറ്റിൻ മ്യൂസിക് സെലക്ട് ചെയ്തു. ഓരോ മ്യൂസിക്കുകളും ഇവിടെ നിങ്ങൾക്ക് പ്ലെന്റി മ്യൂസിക് വരും. ഓരോന്നും നിങ്ങൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലേതാ ഫീഡ് ചെയ്യേണ്ടത് അത് അതിൽ ടാപ്പ് ചെയ്യുക. ഇനി അതിൻ്റെ ഫിംഗർ കൊണ്ട് അതിൻ്റെ എഡ്ജ് അതിനോട് കണ്ടിന്യൂസ് ആക്കാൻ പറ്റുമോ? അതിൻ്റെ എല്ലാ എഡ്ജ് ഓക്കെ ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അത് കൈ കൊണ്ട് തന്നെ ഫിംഗർ കൊണ്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ടച്ച് ചെയ്ത് അവിടെ മുതൽ മറ്റൊരു മ്യൂസിക് ആയിരിക്കും, ആ ലാറ്റിൻ മ്യൂസിക് ആയിരിക്കും കേൾക്കാൻ പറ്റുന്നത്. നിങ്ങൾ റൺ ചെയ്യിച്ച് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഫൈനൽ മ്യൂസിക് ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കേൾക്കാൻ പറ്റാതെ വരും. നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. ഇനിയും വോയിസ് റെക്കോർഡർ. ഒന്നുകൂടി ഇത് മ്യൂസിക്കിനെ നിങ്ങൾക്ക് കാണിക്കുകയാണ്. ഒന്നുകൂടി ഇത് വോയിസ് ഓവർ. നിങ്ങൾ പറയുന്ന ഇവിടെയാണ് വോയിസ് ഓവർ. നിങ്ങളുടെ വോയിസ് നിങ്ങൾക്ക് ഏത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് റെക്കോർഡിൽ ടച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ വോയിസ് റെക്കോർഡാവും. നിങ്ങളപ്പം എന്ത് പറയണം, എന്ത് അനൗൺസ് കൊടുക്കണം, ഏത് പൊസിഷനിൽ അത് വെച്ച് ആ പൊസിഷൻ സ്റ്റാർട്ടിങ് ഒക്കെ ഹൊറിസോണ്ടൽ ലൈൻ വെക്കുന്നിടത്തുമാണ്. ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ് എൻ്റെ വോയിസ്. അത് നിങ്ങളെ കേൾക്കാൻ പറ്റത്തില്ല, കാരണം ഈ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫൈനൽ മ്യൂസിക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ശരിക്കും കേൾക്കാൻ പറ്റില്ല. ഇത് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ ചപ്പം തന്നെ വീഡിയോ റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റും. ഒന്നും കൂടി അത് റെക്കോർഡ് ചെയ്യുന്നതാണ് വോയിസ് ഓവർ. ഞാൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ട്രാക്ക് ബ്ലൂ കളറുള്ള ട്രാക്ക് കാണാൻ പറ്റും. ഞാൻ എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ബാക്കിലേക്ക് പോകാനുള്ള ആരാണ് ഇപ്പം ബാക്കിലേക്കും പോകാൻ ആരും ടച്ച് ചെയ്താൽ ഇത് ബോട്ടം ക്യാപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ സൗണ്ട് സോഴ്സ് ആദ്യം സെലക്ട് ചെയ്ത് പിന്നെ ഏത് ലാംഗ്വേജിലാണ് കൊടുക്കുന്നത് കാണിക്കുക. ഇത് മറ്റൊന്നാണ് ആസ്പെക്ട്സ് റേഷ്യോ. നിങ്ങളുടെ വീഡിയോ ചേഞ്ച് ആക്കാം. നിങ്ങളുടെ വെർട്ടിക്കൽ മോഡിലിടാം, ഹൊറിസോണ്ടൽ മോഡിലാക്കാം, സ്ക്വയർ മോഡാക്കാം. 3 ആസ്പെക്ട്സ് റേഷ്യോ ഉണ്ട്. അതിൻ്റെ സൈസ് സ്റ്റാൻഡേർഡ് സൈസ് അടിയിൽ കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് ഹൊറിസോണ്ടലാണ്, വെർട്ടിക്കലാണ്. ഇനി ഞാൻ ഒരു വീഡിയോ എങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത് കാണിക്കുകയാണ്. ചില വീഡിയോ എടുക്കുമ്പോൾ ചില അൺവാണ്ടഡ് വീഡിയോ ഒക്കെ കടന്നു വരും, അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പം ചില പേഴ്സണലൊക്കെ വേണ്ടാത്ത ചില ഭാഗങ്ങളൊക്കെ വരും. അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി സിസേഴ്സ് ഐക്കോൺ ഉപയോഗിക്കുകയാണ്. ഇവിടെ എൻ്റെ ഒരു വീഡിയോയുടെ ഒരു ഭാഗം മറ്റൊരു വീഡിയോ കടന്നു വന്ന് അത് കട്ട് ചെയ്യുന്നതാണ്. അവിടെ വന്നത്
സെലക്ട് ചെയ്ത ശേഷം സിസേഴ്സ് ഐക്കോണിൽ കട്ട് ചെയ്യുക. പിന്നെ ഇവിടെ കൈ കൊണ്ട് തന്നെ ഡ്രാഗ് ചെയ്ത് ഫിംഗർ കൊണ്ട് ഡ്രാഗ് ചെയ്ത് നിങ്ങൾ എവിടം വരെ ആ വീഡിയോ കട്ട് ചെയ്ത് കളയണമെന്നുള്ളത് ഫിക്സ് ആക്കാൻ പറ്റും. കൈ കൊണ്ടാണ് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യത്തെ സ്റ്റാർട്ടിങ് വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയി പോകും. അപ്പോൾ ഇടയ്ക്കുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്യാണ്, വീണ്ടും കട്ട് ചെയ്തു. അപ്പോൾ ഇടയ്ക്കുള്ള ഭാഗം റിമൂവ് ചെയ്ത് കളയണം. അത് സെലക്ട് ആക്കി അത് ടച്ച് ചെയ്യണം. കട്ട് ചെയ്ത ഭാഗത്ത് എന്നിട്ട് ഡിലീറ്റ് കൊടുത്താൽ ആ ഭാഗം റിമൂവ് ആയി. ഇപ്പോൾ ഒരുമിച്ച് നമുക്ക് റൺ ചെയ്ത് നോക്കിയാൽ ഒരേ വീഡിയോ പോലെ തോന്നും. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴൊക്കെ നമുക്കറിയാം പല ഒബ്ജക്റ്റുകളും കടന്നു വരും വീഡിയോയിൽ. അതൊക്കെ റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഒരു പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ ഒത്തിരി ആളുകൾക്ക് അത് കടന്നു പോകുന്നുണ്ട്. കടന്നു പോകുന്ന അത്രയും ഭാഗം നമുക്ക് ഈ വീഡിയോ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. ഈ ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. എക്സ്പോർട്ടിങ് മുകളിലത്തെ അരയിൽ ടച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ റെസൊല്യൂഷൻ വരും. അത് 1080 കൊടുത്തിരിക്കുന്ന ടച്ച് ചെയ്ത് എക്സ്പോർട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ്പോർട്ടിങ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കൊടുത്ത എഡിറ്റിംഗ് മുഴുവൻ 1-2 പ്രാവശ്യമെങ്കിലും ചെക്ക് ചെയ്ത് ക്ലിയർ ആക്കണം. എന്തെങ്കിലും ഇനി ആഡ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും റിമൂവ് ചെയ്യാനുണ്ടോ, എല്ലാം ചെയ്ത ശേഷം ഒരിക്കൽ എക്സ്പോർട്ട് ചെയ്ത ശേഷം പിന്നെ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഫൈനലാണ്. എക്സ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ എഡിറ്ററിൽ നിന്ന് സാധനം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. എക്സ്പോർട്ട് ചെയ്യാതെ വീഡിയോ എഡിറ്ററിൽ നിന്ന് നമുക്ക് ഷെയർ ചെയ്യാനോ സെൻഡ് ചെയ്യാനോ ഒന്നും ഓപ്ഷൻ ഇല്ല. എക്സ്പോർട്ട് ചെയ്ത് പിന്നീടാണ് അപ്ലോഡിങ്ങും ഷെയറിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം എക്സ്പോർട്ടിങ് ഏകദേശം 67%, അങ്ങനെ 100% വരെ നമ്മൾ ഈ സമയത്ത് മൊബൈൽ ഡിസ്റ്റർബ് ആക്കാൻ പാടില്ല. ഓൾറെഡി ബിൽക്കുൽ നിങ്ങൾ അതിനെ ഡിസ്റ്റർബ് ആക്കാതിരിക്കണം. ഡിസ്റ്റർബ് ആക്കരുത്. ഇനി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇത് യൂട്യൂബിൻ്റെ ആപ്പ് ആയതുകൊണ്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിലേക്കും വാട്സാപ്പിലേക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷെ മറ്റ് വീഡിയോ എഡിറ്ററിലെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഫേസ്ബുക്കിലേക്കും ഷെയർ ചെയ്യാം, ഇൻസ്റ്റഗ്രാമിലേക്കും ഷെയർ ചെയ്യാം. എക്സാമ്പിൾ VN എഡിറ്റർ ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത എൻ്റെ ചാനലിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ്.